ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡിസ്പൈറ്റ് ആൻഡ് ഇൻസ്പൈറ്റ് ഓഫ്. ഇത് രണ്ടും പ്രപ്പോസിഷൻസ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഉപയോഗവും ഒരേപോലെ തന്നെയാണ്. ഒരു സെൻറ്റൻസിൽ ഡിസ്പൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് മാറ്റി ഇൻസ്പൈറ്റ് ഓഫ് എന്ന് ഉപയോഗിച്ചാൽ സെൻറ്റൻസിന് ഒരു വ്യത്യാസവും വരില്ല, സെൻറ്റൻസിൻ്റെ മീനിങ് ഒരു വ്യത്യാസവും വരില്ല. അപ്പോൾ അത്രയ്ക്കും സാമ്യം ഉണ്ട് ഇതിൻ്റെ ഉപയോഗത്തിന്. പിന്നെ ആകെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്പൈറ്റ് ഓഫ് എന്ന പ്രിപ്പോസിഷൻ 3 വേർഡ്സ് ഉണ്ട് അതിനകത്ത്, അതൊരു ഫ്രേസ് ആണ്. അതേസമയം ഡിസ്പൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ വേർഡേ ഉള്ളൂ. വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസ്പൈറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഓഫ് എന്ന് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല, അത് മിസ്റ്റേക്കാണ്. അതുപോലെ തന്നെ ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കുമ്പോൾ ഓഫ് വളരെ നിർബന്ധമായും ഉപയോഗിക്കണം, ഓഫ് വിട്ടുകളയാൻ പാടില്ല. ഇനി എന്താണ് ഇതിൻ്റെ മീനിങ്? ഡിസ്പൈറ്റ് എന്ന് പറഞ്ഞാലും ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാലും അതിൻ്റെ മീനിങ് എന്നിട്ടും, എന്നിരുന്നാലും, എന്നിട്ട് പോലും എന്നൊക്കെയാണ്. സാധാരണ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ, രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ ഇത്തരം പ്രപ്പോസിഷൻസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹെവി ട്രാഫിക് ആയിരുന്നിട്ടും ഞങ്ങൾ അവിടെ കൃത്യസമയത്ത് തന്നെ എത്തി. അങ്ങനെ പറയുമ്പോൾ ഹെവി ട്രാഫിക് ആയിരുന്നിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ഹെവി ട്രാഫിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെന്താ, ഒരിക്കലും കൃത്യസമയത്ത് എത്തില്ല, അങ്ങനെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിന് വിപരീതമായ കാര്യമാണ് പിന്നീട് പറയുന്നത്, കൃത്യസമയത്ത് എത്തി എന്നാണ്. അതാണ് രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇത്തരം പ്രപ്പോസിഷൻസ് ഉപയോഗിക്കുന്നത്. ഇനി ഡിസ്പൈറ്റ് ആയാലും ഇൻസ്പൈറ്റ് ഓഫ് ആയാലും ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് ഓരോ എക്സാമ്പിൾ സെൻറ്റൻസ് ആയിട്ട് നോക്കാം. ഡിസ്പൈറ്റ് കഴിഞ്ഞ് ഒരു നൗൺ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞ് ഒരു നൗൺ ഉപയോഗിക്കാം. ഇൻസ്പൈറ്റ് ഓഫ് പ്ലസ് നൗൺ, ഡിസ്പൈറ്റ് പ്ലസ് നൗൺ. ഫസ്റ്റ് എക്സാമ്പിൾ, ഡിസ്പൈറ്റ് ഹെവി ട്രാഫിക് വി ഗോട്ട് ദർ ഇൻ ടൈം. ഹെവി ട്രാഫിക് ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾ അവിടെ സമയത്തിന് എത്തി. ഇവിടെ ഡിസ്പൈറ്റ് ആണ് ഉപയോഗിച്ചത്. ആ സെയിം സെൻറ്റൻസ്, ആ സെൻറ്റൻസിൽ തന്നെ നമുക്ക് ഡിസ്പൈറ്റിനെ മാറ്റി ഇൻസ്പൈറ്റ് ഓഫ് വയ്ക്കാം. ഇൻസ്പൈറ്റ് ഓഫ് ഹെവി ട്രാഫിക് വി ഗോട്ട് ദർ ഇൻ ടൈം. അപ്പോൾ ഒരു വ്യത്യാസവുമില്ല, സെൻറ്റൻസിൻ്റെ മീനിങ് ഒന്ന് തന്നെയാണ്. പിന്നെ ഇവിടെ ഡിസ്പൈറ്റ് ആയാലും ഇൻസ്പൈറ്റ് ഓഫ് ആയാലും നമ്മൾ സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിലാണ് ഉപയോഗിച്ചത്, അതല്ലാതെ സെൻറ്റൻസിൻ്റെ മധ്യത്തിലും ഇത് ഉപയോഗിക്കാം. നോക്കാം. ഡിസ്പൈറ്റ് ഹെവി ട്രാഫിക് വി ഗോട്ട് ദർ ഇൻ ടൈം. ഇവിടെ ഡിസ്പൈറ്റ് ഹെവി ട്രാഫിക് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടൊരു കോമ ആവശ്യമാണ്. പക്ഷേ വി ഗോട്ട് ദർ ഇൻ ടൈം ഡിസ്പൈറ്റ് ഹെവി ട്രാഫിക് എന്നായാലും മീനിങ് വ്യത്യാസം വരുന്നില്ല, പക്ഷേ ആ സെൻറ്റൻസിൽ ഒരു കോമ ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഇൻസ്പൈറ്റ് ഓഫ് ഹെവി ട്രാഫിക് വി ഗോട്ട് ദർ ഇൻ ടൈം എന്ന് പറയുമ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ആദ്യം തന്നെ വെച്ചു, അവിടെ ഒരു കോമ ആവശ്യമാണ്. അതേസമയം വി ഗോട്ട് ദർ ഇൻ ടൈം ഇൻസ്പൈറ്റ് ഓഫ് ഹെവി ട്രാഫിക് എന്നാണെങ്കിൽ കോമ ആവശ്യമില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ, ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഇൽനെസ് ഹി വെൻറ്റ് ടു ഓഫീസ്. ഇൽനെസ് മീൻസ് സുഖമില്ലാത്ത അവസ്ഥ. അവൻ സുഖമില്ലാതിരുന്നിട്ടും എന്താ ചെയ്തത്? ഓഫീസിൽ പോയി. അവിടെ ഇൽനെസ് എന്നത് സുഖമില്ലായ്മ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സുഖമില്ലാത്ത ആ ഒരവസ്ഥ, അപ്പോൾ അതൊരു നൗണാണ്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഇൽനെസ് ഹി വെൻറ്റ് ടു ഓഫീസ്, അതല്ലെങ്കിൽ ഡിസ്പൈറ്റ് ഹിസ് ഇൽനെസ് ഹി വെൻറ്റ് ടു ഓഫീസ്. രണ്ട് സെൻറ്റൻസും കറക്റ്റ് തന്നെയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ, ഡിസ്പൈറ്റ് ഹിസ് ബ്രോക്കൺ ലെഗ് he has to go to work despite his broken leg. ഒടിഞ്ഞ കാല് ആയിരുന്നിട്ട് പോലും അവന് ജോലിക്ക് വേണ്ടി ഓഫീസിലേക്ക് പോകേണ്ടി വരുന്നു. ഹി ഹാസ് ടു ഗോ ടു വർക്ക്.
ഹി ഹാസ് ടു ഗോ ടു വർക്ക്. അവന് ജോലിക്ക് പോകേണ്ടി വരുന്നു. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ബ്രോക്കൺ ലെഗ് ഹി ഹാസ് ടു ഗോ ടു വർക്ക്. ഇൻ സ്പൈറ്റ് ഓഫ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതും കറക്റ്റ് തന്നെ. ഇപ്പോൾ ഈ സെൻറ്റൻസുകളിലെല്ലാം നമ്മൾ ഉപയോഗിച്ചത് ഇൽനെസ് ഉപയോഗിച്ചു, അത് നൗണാണ്. അതുപോലെ തന്നെ ബ്രോക്കൺ ലെഗ്, ഒടിഞ്ഞ കാല്, അത് നൗൺ ആണ്. അതുപോലെ തന്നെ ഹെവി ട്രാഫിക്, അതും നൗൺ തന്നെയാണ്. അപ്പോൾ ഡിസ്പൈറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് നൗൺ ആണ്. ഇനി ഡിസ്പൈറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോനൗൺ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഡിസ്പൈറ്റ് ദിസ് they played well. In spite of this they played well. ഇത് ആയിരുന്നിട്ട് കൂടി, ഇത് എന്ന് ദിസ് എന്നുള്ളത് അവിടെ പ്രോനൗൺ ആണ്. ഇതായിരുന്നിട്ട് കൂടി, ഇത് മീൻസ് ചിലപ്പോൾ അത് കണ്ടീഷൻ, മോശമായ ഒരു കണ്ടീഷൻ ആയിരിക്കാം. ആ ഒരു ഇത് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെയാണ്. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ദിസ് ദേ പ്ലേഡ് വെൽ. അപ്പോൾ ഇങ്ങനെ വളരെ നന്നായിട്ട് പ്ലേ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നിട്ട് കൂടി എന്നാണ് പറയുന്നത്. ഇൻസ്പൈറ്റ് ഓഫ് ദിസ് ദേ പ്ലേഡ് വെൽ, അവർ നന്നായിട്ട് കളിച്ചു. ഇതായിരുന്നിട്ട് കൂടി അവർ നന്നായിട്ട് കളിച്ചു. ഇനി അടുത്തത്, ഡിസ്പൈറ്റ് കഴിഞ്ഞിട്ട് ഒരു ജെറണ്ട് ഉപയോഗിക്കാം. എന്താണ് ജെറണ്ട്? വെർബൽ നൗൺ. വെർബിൻ്റെ കൂടെ ING ഫോം ചേർക്കുമ്പോഴാണ് വെർബൽ നൗൺ അല്ലെങ്കിൽ ജെറണ്ട് ഉണ്ടാകുന്നത്. വാച്ചിങ്, പ്ലേയിങ്, റണ്ണിങ് എന്നൊക്കെ പറയുന്നത് ജെറണ്ട് ആണ്. അപ്പോൾ ഡിസ്പൈറ്റ് കഴിഞ്ഞ് നമുക്ക് ജെറണ്ട് ഉപയോഗിക്കാം. എക്സാമ്പിൾ, ഡിസ്പൈറ്റ് റണ്ണിങ് ഡെയിലി he is not able to lose weight. എല്ലാ ദിവസവും റണ്ണിങ് ഡെയിലി, എല്ലാ ദിവസവും ഓടിയിട്ടും അവന് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. ഡിസ്പൈറ്റ് റണ്ണിങ് എന്നാണ് അവിടെ ഉപയോഗിച്ചത്. അത് ആ സെൻറ്റൻസിൽ നമുക്ക് ഡിസ്പൈറ്റ് മാറ്റി ഇൻസ്പൈറ്റ് ഓഫ് വെച്ചാലോ? ഇൻസ്പൈറ്റ് ഓഫ് റണ്ണിങ് he is not able to lose weight. അവിടെ ജെറണ്ടാണ്, റണ്ണിങ് എന്നത് ജെറണ്ടാണ്. അപ്പോൾ ഡിസ്പൈറ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞ് നമുക്ക് ജെറണ്ട് ഉപയോഗിക്കാം. വേറൊരു എക്സാമ്പിൾ, ഡിസ്പൈറ്റ് ബീയിങ് ഇൽ ഷീ വെൻറ്റ് ടു സ്കൂൾ. അതല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഇൽ ഷീ വെൻറ്റ് ടു സ്കൂൾ. ബീയിങ് ഇൽ, ബീയിങ് എന്നുള്ളത് ഒരു ജെറണ്ട് ആണ്. സുഖമില്ലാതിരുന്നിട്ടും അവൾ സ്കൂളിൽ പോയി എന്നാണ്. ബീയിങ് ഇൽ. വേറൊരു എക്സാമ്പിൾ, ഡിസ്പൈറ്റ് ഹാവിങ് ഹെഡേക്ക് ഷീ ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്. അതല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ഹാവിങ് ഹെഡേക്ക് ഷീ ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്. തലവേദന ഉണ്ടായിരുന്നിട്ടും, ഹാവിങ് ഹെഡേക്ക്, തലവേദന ഉണ്ടായിരുന്നിട്ടും അവൾ അവളുടെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തു എന്നാണ്. അപ്പോൾ ഹാവിങ് എന്നത് ജെറണ്ടാണ്. അപ്പോൾ ഡിസ്പൈറ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞ് ജെറണ്ട് ഉപയോഗിക്കാം. ഇനി ഡിസ്പൈറ്റ് കഴിഞ്ഞിട്ട് ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. ദ ഫാക്ട് ദാറ്റ്, ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ്, അങ്ങനെ ഉപയോഗിക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഹി ഹാസ് ടു ഗോ ടു വർക്ക് ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ഹിസ് ലെഗ് ഈസ് ബ്രോക്കൺ. അതല്ലെങ്കിൽ ഹി ഹാസ് ടു ഗോ ടു വർക്ക് ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഹിസ് ലെഗ് ഈസ് ബ്രോക്കൺ. അപ്പോൾ അവിടെ ഡിസ്പൈറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു എക്സ്പ്രഷൻ യൂസ് ചെയ്തു, ദ ഫാക്ട് ദാറ്റ് എന്ന്. അതാണ് സത്യം. ഏതാണ് സത്യം? ഏതാണ് ഫാക്റ്റ്? അപ്പം അതാണ് ഫാക്റ്റ്, അതാണ് ശരിയായ കാര്യം അല്ലെങ്കിൽ സത്യം. അവൻ്റെ കാല് ബ്രോക്കൺ ആണ്, കാല് ഒടിഞ്ഞിരിക്കുകയാണ്. ഹി ഹാസ് ടു ഗോ ടു വർക്ക് ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ഹിസ് ലെഗ് ഈസ് ബ്രോക്കൺ. അപ്പോൾ ഇവിടെ ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് എന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസ് ശ്രദ്ധിക്കൂ. ഹിസ് ലെഗ് ഈസ് ബ്രോക്കൺ, സബ്ജക്റ്റ് ഹിസ് ലെഗ് ഈസ് ബ്രോക്കൺ, വേർബ്. അപ്പോൾ സബ്ജക്റ്റും വേർബും ഒരു നോർമൽ സെൻറ്റൻസ് പോലെ ഉപയോഗിക്കാം അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അതാണ്, അങ്ങനെയും നമുക്ക് ഡിസ്പൈറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഡിസ്പൈറ്റ്, അതുപോലെ ഇൻസ്പൈറ്റ് ഓഫ്,
ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ എന്ന് മനസ്സിലായില്ലേ?